അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പുറപ്പാട് 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ദൈവവുമായുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. ഇതുവരെ ദൈവം അവരെ വിടുവിക്കുകയും നയിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സീനായ് പർവ്വതത്തിൽ അവരെ തൻ്റെ ജനമായി രൂപപ്പെടുത്തുവാൻ ദൈവം ആരംഭിക്കുന്നു. പുറപ്പാട് 19 ഇസ്രായേൽ ജനങ്ങൾ 3-ാം മാസത്തിൽ സീനായ് പർവ്വതത്തിലെത്തുന്നു. ഇതൊരു സാധാരണ ഇടവേളയല്ല, ദൈവികമായ ഒരു നിയമ നിമിഷമാണ്. ദൈവം മോശയെ വിളിച്ചു ആദ്യം തൻ്റെ കൃപ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ കഴുകൻ ചിറകുകളിൽ കയറ്റി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നിയമത്തിന് മുമ്പ് രക്ഷയാണ്. ദൈവിക ബന്ധം നിയമത്തിൽ നിന്നല്ല, കൃപയിൽ നിന്ന് ആരംഭിക്കുന്നു. ശേഷം ദൈവം അവരുടെ വിളിയെ വ്യക്തമാക്കുന്നു. നിങ്ങളെൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയമം കാത്താൽ നിങ്ങളെൻ്റെ പ്രത്യേക സ്വത്തും പുരോഹിത രാജ്യവും വിശുദ്ധ വംശവും ആയിരിക്കും. ഇതൊരു അവകാശം മാത്രമല്ല, ഒരു ദൗത്യമാണ്. അവർ ലോകത്തിന് ദൈവത്തെ പ്രതിനിധീകരിക്കേണ്ടവരാണ്. ദൈവസന്നിധിക്ക് മുമ്പ് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അവർ ശുദ്ധീകരണം ചെയ്യണം, വസ്ത്രം കഴുകണം, അതിരുകൾ പാലിക്കണം. ഇതൊരു പ്രധാന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം വിശുദ്ധനാണ്. അവൻ്റെ സന്നിധിയെ ലഘുവായി സമീപിക്കാനാകില്ല. 3-ാം ദിവസം ദൈവം അഗ്നിയിൽ ഇറങ്ങി വരുന്നു. ഇടിയും മിന്നലും കനത്ത മേഘവും കാഹളനാദവും പർവ്വതത്തിൽ ഉണ്ടാകുന്നു. ജനങ്ങൾ ഭയപ്പെടുന്നു. ഇതൊരു സന്തോഷപ്രദമായ അനുഭവമല്ല. ദൈവത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും നിറഞ്ഞ ഒരു സന്നിധിയാണ്. ദൈവം വീണ്ടും ജനം പർവ്വതത്തോട് അകലം പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ ഒരു വലിയ സത്യം കാണാം. ദൈവം അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവൻ്റെ വിശുദ്ധി ഒരു അകലം സൃഷ്ടിക്കുന്നു. ക്ഷണവും നിയന്ത്രണവും ഒരുമിച്ചാണ്. ജനങ്ങൾ അകലെ നിൽക്കുമ്പോൾ മോശ മധ്യസ്ഥനായി ഉയരുന്നു. പുറപ്പാട് 20 ദൈവം നേരിട്ട് സംസാരിക്കുന്നു. 10 കൽപ്പനകൾ നൽകുന്നു. വീണ്ടും അവൻ കൃപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച നിൻ്റെ ദൈവമാണ്. നിയമം രക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. കൽപ്പനകൾക്ക് ഒരു ക്രമമുണ്ട്. ആദ്യ 4 മനുഷ്യന് ദൈവത്തോടുള്ള ചുമതലകൾ കാണിക്കുന്നു. അതായത് മറ്റ് ദേവന്മാരില്ല, വിഗ്രഹങ്ങളില്ല, ദൈവനാമത്തിൻ്റെ വിശുദ്ധി, ശബത്ത്. ശേഷിക്കുന്ന 6 മനുഷ്യർക്ക് തമ്മിൽ അന്യോന്യമുള്ള ചുമതലകൾ വ്യക്തമാക്കുന്നു. അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൊല, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, മോഹം എന്നിവ ഒഴിവാക്കുക. ഈ കൽപ്പനകൾ പുറത്തുള്ള പ്രവൃത്തികളിൽ നിന്ന് ഉള്ളിലെ ആഗ്രഹങ്ങളിലേക്ക് നീങ്ങുന്നു. മോഹിക്കരുത് എന്നത് ദൈവം നമ്മുടെ ഹൃദയത്തെയും പരിശോധിക്കുന്നതായി കാണിക്കുന്നു. ആദ്യ കൽപ്പന നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ദൈവം ആരാണ്? ശബത്ത് നമ്മെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുമോ? ജനങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഭയപ്പെടുന്നു. അവർ മോശയോട് പറയുന്നു, നീ സംസാരിക്കൂ. മോശ പറയുന്നു, ഈ ഭയം നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ദൈവഭയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല, പാപത്തിൽ നിന്ന് അകറ്റുന്നു. അധ്യായത്തിൻ്റെ അവസാനം യാഗപീഠത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ലളിതമാണ്. മനുഷ്യൻ്റെ അഹങ്കാരമില്ലാത്ത ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ചുരുക്കം. പുറപ്പാട് 21 നിയമങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കുന്നു. ദൈവം സിദ്ധാന്തങ്ങൾ മാത്രം പറയുന്നില്ല, ജീവിതത്തിൽ അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് കാണിക്കുന്നു. ദാസന്മാരെക്കുറിച്ചുള്ള നിയമങ്ങൾ ആദ്യം കാണാം. അവർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവസരവും മാന്യതയും നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ ഹൃദയം കാണിക്കുന്നു. അവൻ ബലഹീനരെ സംരക്ഷിക്കുന്നു. അക്രമവും പരിക്കുകളും സംബന്ധിച്ച നിയമങ്ങളിൽ ഉദ്ദേശവും അബദ്ധവും തമ്മിൽ വ്യത്യാസം കാണിക്കുന്നു. ദൈവത്തിൻ്റെ നീതി ആലോചിതവും സമതുലിതവുമാണ്. കണ്ണിന് കണ്ണ് എന്നത് പ്രതികാരത്തിനല്ല, പരിധിയുള്ള നീതിക്കാണ്. ശിക്ഷ അതിക്രമിക്കരുത്. ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ നമ്മെ ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളും അശ്രദ്ധയും മറ്റുള്ളവരെ ബാധിക്കുന്നു. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മീയത ആരാധനയിൽ മാത്രമല്ല, അത് ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകണം. ഈ 3 അധ്യായങ്ങൾ ഒന്നിച്ച് നോക്കുമ്പോൾ ഒരു ക്രമം കാണാം. ദൈവം ആദ്യം രക്ഷിക്കുന്നു, അത് കൃപ. പിന്നെ തിരിച്ചറിവ് നൽകുന്നു, അത് ദൗത്യം. പിന്നെ നിയമം നൽകുന്നു, അത് ഉത്തരവാദിത്വം. ഇത് നമ്മെ ചോദ്യം ചെയ്യുന്നു. നാം ദൈവത്തെ ആദരവോടെ സമീപിക്കുന്നുണ്ടോ? നാം അവനെ പ്രതിനിധീകരിക്കുന്ന ജീവിതം നയിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം നമ്മുടെ ആഗ്രഹങ്ങളിലും തീരുമാനങ്ങളിലും പ്രകടമാകുന്നുണ്ടോ?
ദൈവസംബന്ധം അവൻ്റെ സന്നിധി അനുഭവിക്കുന്നതിൽ മാത്രം അല്ല, അതിലൂടെ മാറുന്നതിലാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.